Hi dears. So in the last video we have discussed about the introduction portion of nanoparticles, uh, like its history, its classification, and size dependence of properties, etc. Now we are moving into an important topic, that is synthesis of nanoparticles. Let us see. Synthesis of nanoparticles, there are two approaches for this. First one is top down approach and the other one is bottom up approach. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാകാം. നമ്മൾ നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യാൻ പോവാണ്. രണ്ട് അപ്രോച്ചസ് ഉണ്ട്, ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ടോപ്പ് ബോട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്, ടോപ്പിൽ നിന്ന് ഡൗണിലോട്ട് വരികയാണ്. അതായത് ബൾക്ക് സ്ട്രക്ചറിൽ നിന്ന് നാനോ പാർട്ടിക്കിൾസ് റേഞ്ചിലേക്ക് വരുന്ന മെത്തേഡ്. ബോട്ടം അപ്പ് എന്ന് പറയുമ്പോഴോ, ബോട്ടം താഴെ നിന്ന് നമുക്ക് വേണ്ട നാനോ പാർട്ടിക്കിളുള്ള റേഞ്ചിലേക്ക് വരുന്നതാണ്. So let us discuss it. Nanoparticle synthesis, there are two approaches. അത് ഏതൊക്കെയാണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. ആൻഡ് ദ ബോട്ടം അപ്പ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് അസംബ്ലി അപ്രോച്ച്. In top down approach, the bulk metal is first converting into a powder, then into nanomaterial. So the top down approach refers to slicing or successive cutting of a bulk material to get nano sized particle. സോ നമ്മൾ പറയാം ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഫിഗറിൽ എന്താ കാണുന്നത്? ഒരു ബൾക്ക് മെറ്റൽ ആദ്യം പൗഡേർഡ് സ്ട്രക്ചറായി മാറുകയാണ്, ദെൻ നാനോ പാർട്ടിക്കിളായി മാറുകയാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബൾക്ക് മെറ്റീരിയലിനെ സ്ലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സക്സസീവ് കട്ടിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ബൾക്ക് മെറ്റലിനെ നാനോ സൈസ്ഡ് പാർട്ടിക്കിളാക്കി മാറ്റുകയാണ്. ദെൻ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന ആറ്റംസ് കമ്പൈൻ ചെയ്ത് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നു, ക്ലസ്റ്റേഴ്സ് നിന്ന് നാനോ പാർട്ടിക്കിൾസ്. സോ ബോട്ടം അപ്പ് അപ്രോച്ച് റിഫേഴ്സ് ടു ദ ബിൽഡപ്പ് ഓഫ് a material from the bottom, atom by atom, molecule by molecule. Atom by atom deposition leads to the formation of self-assembly of atoms or molecules and clusters, and these clusters come together to form self-assembled monolayers on the surface of substrate. So bottom up approach എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് കമ്പൈൻ ചെയ്ത് ആറ്റംസ് കമ്പൈൻ ചെയ്ത് ക്ലസ്റ്റേഴ്സായി, എന്നിട്ട് കമ്പൈൻ ചെയ്ത് നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് വരെ ആവുകയാണ്. അതാണ് ഈ ബോട്ടം അപ്പ് അപ്രോച്ച്. അപ്പോൾ ഇങ്ങനെ ആറ്റം ബൈ ആറ്റം, മോളിക്യൂൾ ബൈ മോളിക്യൂൾ കമ്പൈൻ ചെയ്ത് നാനോ സൈസ് ആവുകയാണ്, നാനോ പാർട്ടിക്കിളുടെ സൈസ്. അങ്ങനെ ആറ്റം ബൈ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സെൽഫ് അസംബ്ലി ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആൻഡ് ക്ലസ്റ്റർ. സെയിം ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സിനൊക്കെ സെൽഫ് അസംബ്ലിയാണ് നടക്കുന്നത്. ദെൻ ഈ ക്ലസ്റ്റേഴ്സ് എന്ത് ചെയ്യും? സെൽഫ് അസംബിൾഡ് മോണോ ലെയേഴ്സ് ആയിട്ട് നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ സർഫസിൽ വന്ന് നിൽക്കും. അപ്പോൾ നാനോ പാർട്ടിക്കൽ സിന്തസിസിന് രണ്ട് അപ്രോച്ചസ് ഉണ്ട്, ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ലൈസിങ് അല്ലെങ്കിൽ സക്സസീവ് കട്ടിങ് ഓഫ് എ ബൾക്ക് മെറ്റീരിയലിനെ സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ സക്സസീവ് കട്ടിങ് വഴി നാനോ സൈസ്ഡ് പാർട്ടിക്കിളായി മാറ്റാണ്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആറ്റം ബൈ ആറ്റം, ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് നാനോ സൈസ് വരെ ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ സെൽഫ് അസംബ്ലി ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആൻഡ് ക്ലസ്റ്റേഴ്സ് ആണ് നടക്കുന്നത്. ഈ ക്ലസ്റ്റേഴ്സ് എന്ത് ചെയ്യും? സെൽഫ് അസംബിൾഡ് ലെയേഴ്സ് ആയിട്ട് നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ സർഫസിൽ വന്ന് നിൽക്കും. നൗ let us discuss bottom up approach. There are three types of bottom up approach: salt gel method, hydrothermal method, thin film growth through physical vapor deposition and chemical vapor deposition. മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. Let us discuss each one of them. First one is salt gel method. Salt gel method, from the name itself we have some ideas, right? Salt means it is a colloid, we know. Gel, we also know what is gel. So salt gel method. In the figure we can see a solution of precursors. Then after the process of condensation, salt is produced, that is colloid. Then through the process of gelation, a gel is produced. From the salt, a colloid, by spraying or dipping, we get they are coated on the substrate, and then a dense thin film is formed. On drawing we get the fibers, and on drying we get a powdered structure. ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ? നമ്മുടെ സൊല്യൂഷൻ കണ്ടൻസേഷൻ വഴി സോൾ ആവുകയാണ്. സോൾ എന്ന് പറഞ്ഞാൽ കൊളോയിഡ്. അത് എന്നിട്ട് കോട്ട് ചെയ്ത്
സ്പ്രേയിങ് ഡിപ്പിംഗ് വഴി സർഫസിലൊന്ന് കോട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് തിൻ ഫിലിം ആവുന്നുണ്ട്. എന്നാൽ ഇതേ സോള് നമുക്ക് ഫൈബേഴ്സാക്കി മാറ്റാം. ദെൻ അതിനെ ഡ്രൈ ചെയ്താൽ നമുക്ക് പൗഡറും കിട്ടും. സെയിം ഈ സോൾ എന്ന് പറയുന്നത് ജീലേഷൻ വഴി ജെല്ലാവുന്നുണ്ട്. അതിനെ ഡ്രൈ ചെയ്താലും അവസാനം വന്ന് എത്തുന്നത് പൗഡേർഡ് ഫോമിലേക്കാണ്. സോ make aqueous solution of metal salt or colloidal particle, fiber, thin film and coating can be prepared. Salt is a homogeneous dispersion of soluble salt consisting of particle of 1 to 10 nanometer. Gel formation through dehydration of the solution. pH of the solution increases, the repulsive force between the molecule decreases and coagulation of molecule takes place. So salt gel method എന്താണ്? നമ്മുടെ കയ്യിലുള്ള മെറ്റൽ സോൾട്ട് ആണെങ്കിലും കൊളോയിഡ് ആണെങ്കിലും അതിന് അക്വസ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം. ആ അക്വസ് സൊല്യൂഷൻ നമുക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാം? നമ്മുടെ മെറ്റൽ സോൾട്ട് അല്ലെങ്കിൽ കൊളോയിഡിൽ നിന്നൊക്കെ ഒരു അക്വസ് സൊല്യൂഷൻ ഫോം ചെയ്യുക. എന്നിട്ട് നമുക്കതിന് ഫൈബർ, തിൻ ഫിലിം കോട്ടിങ് അങ്ങനെയുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഹോമോജീനിയസ് ഡിസ്പേർഷൻ ആണ്. അവിടെ സോല്യുബിൾ സോൾട്ടാണ് ഉള്ളത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, അതിൻ്റെ പാർട്ടിക്കിളുടെ സൈസ് എന്ന് പറയുന്നത് 1 to 10 നാനോമീറ്റർ ആണ്. ഈ സോളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷനെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ജെല്ല് ഫോം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ജെല്ല് ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് കുറയാണ്. റിപ്പൾസീവ് ഫോഴ്സ് കുറയുകയാണെങ്കിൽ ഒരു കൂടുതൽ അടുത്തോട്ട് വരും, കൊയാഗുലേഷൻ സംഭവിക്കും. അങ്ങനെ സൊല്യൂഷൻ്റെ pH കൂടും. ഇതാണ് സോൾട്ട് ജെൽ മെത്തേഡ്. Next one is hydrothermal method. Hydrothermal synthesis includes various techniques of crystallizing substances from high temperature aqueous solutions at high vapor pressures. It is used for the synthesis of single crystals that depends on the solubility of minerals in hot water under high pressure. The crystal growth is performed in an apparatus consisting of a steel pressure vessel called autoclave. The reactants are dissolved in water or another solvent in a closed vessel, that is autoclave. Hydrothermal synthesis is an aqueous chemical process with reaction temperature of 100 to 375 degrees Celsius. The end point is usually crystalline anhydrous ceramic powder with controlled particle size, shape and stoichiometry. So, എന്താണ് ഹൈഡ്രോതെർമൽ മെത്തേഡ്? ഹൈഡ്രോതെർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഹൈഡ്രോതെർമൽ സിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ടെമ്പറേച്ചറിലുള്ള അക്വസ് സൊല്യൂഷനിൽ നിന്ന് ഹൈ വേപ്പർ പ്രഷർ എന്നുള്ള കണ്ടീഷനിൽ ക്രിസ്റ്റൽ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന ടെക്നിക്കാണ്. അതായത് ഒരുപാട് ടെക്നിക്ക് വഴി എന്താ ചെയ്യുന്നത്? ഹൈഡ്രോതെർമൽ സിന്തസിസിൽ വേരിയസ് ടെക്നിക്സ് ഉണ്ട്. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ക്രിസ്റ്റലൈസിങ് ക്രിസ്റ്റൽ സബ്സ്റ്റൻസ് നമ്മൾ ഫോം ചെയ്യാണ്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറുള്ള അക്വസ് സൊല്യൂഷനും വേണം, ഹൈ വേപ്പർ പ്രഷറും വേണം. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിംഗിൾ ക്രിസ്റ്റൽ സിന്തസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഹോട്ട് വാട്ടറിലുള്ള മിനറൽസിൻ്റെ സോല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും അണ്ടർ ഹൈ പ്രഷർ. ദെൻ ക്രിസ്റ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ പ്രഷർ വെസലുണ്ട്, ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ആ ഒരു അപ്പാരറ്റസിലാണ് ക്രിസ്റ്റൽ ഗ്രോത്ത് നടക്കുക. നമ്മൾ റിയാക്റ്റൻസിന് വാട്ടറിലോ അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റിലോ നമ്മൾ ഡിസോൾവ് ചെയ്യണം. ഈ സിന്തസിസ് ഹൈഡ്രോതെർമൽ സിന്തസിസ് എന്ന് പറയുമ്പോൾ ഒരു അക്വസ് കെമിക്കൽ പ്രോസസ്സാണ്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 to 375 degrees Celsius ആണ്. എൻഡ് പോയിൻറ്റിൽ നമുക്ക് കിട്ടുന്നത് ആൻഹൈഡ്രസ് ആയിട്ടുള്ള സെറാമിക് പൗഡറാണ്. അതിന് പെർട്ടിക്കുലർ കൺട്രോൾ സൈസ്, ഷേപ്പ് ആൻഡ് സ്റ്റോയിച്ചോമെട്രി ആണുള്ളത്. സോ ഹൈഡ്രോതെർമൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചറുള്ള അക്വസ് സൊല്യൂഷനും ഹൈ വേപ്പർ പ്രഷർ എന്നുള്ള കണ്ടീഷനിലും വെച്ച് ക്രിസ്റ്റൽ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതാണ്. സിംഗിൾ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന പ്രോസസ്സാണിത്. ഇവിടെ ഒരു സ്റ്റീൽ പ്രഷർ വെസലായ ഓട്ടോക്ലേവ് ആണ്. ഇതിലാണ് ഈ പ്രോസസ്സ് നടക്കുക. നമ്മുടെ റിയാക്ടർ നമ്മൾ വാട്ടറോ അല്ലെങ്കിൽ അനദർ സോൾവെൻറ്റ് നമ്മൾ ഡിസോൾവ് ചെയ്യും. ഇതൊരു അക്വസ് കെമിക്കൽ പ്രോസസ്സാണ്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 to 375 degrees Celsius ആണ്. എൻഡ് പോയിൻറ്റിൽ നമുക്ക് കിട്ടുന്നത് ആൻഹൈഡ്രസ് ആയിട്ടുള്ള സെറാമിക് പൗഡറാണ്. അതിന് പെർട്ടിക്കുലർ സൈസ്, ഷേപ്പ് ആൻഡ് സ്റ്റോയിച്ചോമെട്രി ഉണ്ട്. ഇതാണ് ഹൈഡ്രോതെർമൽ ഗ്രോത്ത്. നെക്സ്റ്റ് വൺ ഈസ് തിൻ ഫിലിം ഗ്രോത്ത്. സോ എന്താണ് തിൻ ഫിലിം ഗ്രോത്ത് എന്ന് നോക്കാം. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സോളിഡ് ഓർ ലിക്വിഡ്. And this solid or liquid undergo evaporation to form a gas phase, and then after transport and deposition solid phase is again formed and there is change in physical morphology. സോ തിൻ ഫിലിം ഗ്രോത്തിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം. ഈ സോളിഡ് ഓർ ലിക്വിഡ് ഇവോപ്പറേറ്റ് ചെയ്ത അവസാനം എന്താ ഫോം ചെയ്യുക? ഗ്യാസ് ഫേസിലായിരിക്കും എത്തുക. ഈ ഗ്യാസ് ഫേസിൽ ട്രാൻസ്പോർട്ട് ആൻഡ് ഡെപ്പോസിഷൻ നടന്നിട്ട് നമുക്ക് അവസാനം സോളിഡ് തന്നെ കിട്ടും. പക്ഷേ ഫസ്റ്റത്തെ നമ്മൾ സോഴ്സിൽ നിന്ന് ഫിസിക്കൽ മോർഫോളജിയിൽ വ്യത്യാസമുള്ളൊരു സോളിഡ് ആയിരിക്കും. ഇതിനാണ് നമ്മൾ തിൻ ഫിലിം ഗ്രോത്ത് എന്ന് പറയുക. സോ
Thin film growth രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷനും കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷനും. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് physical vapor deposition, and it describes a variety of vacuum deposition method which is used to produce thin films and coatings. It is characterized by a process in which material goes from a condensed phase to a vapor phase and then back to a thin film condensed phase. The most common PVD process are sputtering and evaporation, and solid material is vaporized in a vacuum environment and deposited on substrates as a pure material or alloy composition coating. ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന് പറയുമ്പോൾ വാക്വം ഡെപ്പോസിഷൻ മെത്തേഡ്സ് ആണ്. ഒരുപാട് വേക്വം ഡെപ്പോസിഷൻ മെത്തേഡ്സ് ആണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാക്വം ഡെപ്പോസിഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് തിൻ ഫിലിംസ്, കോട്ടിങ്സ് ഇതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മെറ്റീരിയൽ എന്തായിരിക്കും, അതിൻ്റെ കണ്ടൻസർ ഫേസിൽ നിന്ന് വേപ്പർ ഫേസിലോട്ട് പോകും. ഫസ്റ്റ് മെറ്റീരിയൽ അതിൻ്റെ കണ്ടൻസർ ഫേസിൽ നിന്ന് വേപ്പർ ഫേസിലോട്ട് പോകും. ദെൻ തിൻ ഫിലിം കണ്ടൻസർ ഫേസിലോട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പട്ടറിങ് ആൻഡ് ഇവോപ്പറേഷൻ ആണ്. ദെൻ ഒരു സോളിഡ് മെറ്റീരിയൽ എന്ത് ചെയ്യും, ഒരു വാക്വം എൻവയോൺമെൻറ്റിലെ സോളിഡ് മെറ്റീരിയൽ വേപ്പറൈസ് ചെയ്യുന്നു. എന്നിട്ട് അത് ഡെപ്പോസിറ്റ് ആവുന്നത് ഒരു സബ്സ്ട്രേറ്റിൽ വന്ന് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. എങ്ങനെ? ഒരു പ്യുവർ മെറ്റീരിയൽ ആയിട്ട് വന്ന് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്, വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് കോട്ടിംഗ്. ഇതാണ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. നെക്സ്റ്റ്, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സബ്സ്ട്രേറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു വൺ ഓർ മോർ വോളറ്റൈൽ precursors which react or decomposes on the substrate surface to produce the desired thin film deposit. Then CVD is a vacuum deposition method used to produce high performance, high quality solid materials. It is used in the semiconductor industry to produce thin films. Then chemical vapor deposition എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്താ ചെയ്യുന്നത്? സബ്സ്ട്രേറ്റിനെ ഒന്നോ അതിൽ കൂടുതലോ വോളറ്റൈൽ പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് എക്സ്പോസ് ചെയ്യുകയാണ്. എക്സ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവർ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ട് ഡിസൈഡ് തിൻ ഫിലിം ഡെപ്പോസിറ്റ് ഫോം ചെയ്യും. അതായത് ഇവിടെ സബ്സ്ട്രേറ്റ് ഒന്നോ അതിൽ കൂടുതലോ വോളറ്റൈൽ പ്രിക്കേഴ്സേഴ്സിനെ ഇവിടെ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ട് തിൻ ഫിലിം ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഈ വാക്വം ഡെപ്പോസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഹൈ പെർഫോമൻസ്, ഹൈ ക്വാളിറ്റി സോളിഡ് മെറ്റീരിയൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മെയിനായി യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലാണ്. ദെൻ CVD is a process where gaseous precursors react to form a solid coating on a heated substrate. നമുക്ക് ഒന്നും കൂടെ പറയുമ്പോൾ എന്താ പറയുക, മെയിനായിട്ട് ഒരു ഗേഷ്യസ് പ്രിക്കേഴ്സറിനെ ഹീറ്റ് ചെയ്തിട്ട് സോളിഡ് കോട്ടിങ് നമ്മൾ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. There are 3 types: ball milling, microfabrication and lithography. Ball milling എന്താണെന്ന് നോക്കാം. Micro-sized powder to nanoscale. Sample is placed in a container that is made to rotate at high revolution per minute. It gives kinetic energy to the material through the grinding medium. This is done under controlled atmospheric pressure. So ഇവിടെ എന്താ ബോൾ മില്ലിംഗ് എന്ന് പറയുന്ന ടോപ്പ് ഡൗൺ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മൈക്രോ സൈസിൽ നിന്നും നാനോ സ്കെയിലിലേക്ക് പാർട്ടിക്കിളിനെ കൺവേർട്ട് ചെയ്യാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ടിക്കിൾ നമ്മുടെ സാമ്പിൾ ഒരു കണ്ടെയ്നറിൽ വെക്കും, പ്ലേസ് ചെയ്യും, എന്നിട്ട് അതിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ. ഈ കൈനറ്റിക് എനർജി ഗ്രൈൻഡിങ് മീഡിയം വഴി മെറ്റീരിയലിലേക്ക് എത്തും. ഇതൊരു കൺട്രോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വഴിയാണ്, പ്രഷറിൻ്റെ കണ്ടീഷനിലാണ് നടക്കുക. അതായത് മൈക്രോ സൈസിൽ നിന്നും നാനോ സൈസിലേക്ക് നമ്മൾ പാർട്ടിക്കിളിനെ കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെ? സാമ്പിളിനൊരു കണ്ടെയ്നറിൽ പ്ലേസ് ചെയ്തിട്ട് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന കൈനറ്റിക് എനർജീനെ നമ്മൾ ഗ്രൈൻഡിങ് മീഡിയത്തിൻ്റെ ഉപയോഗത്തോടുകൂടി ഹെൽപ്പോടുകൂടി മെറ്റീരിയലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദിസ് ഇസ് ഡൺ അണ്ടർ കൺട്രോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നെക്സ്റ്റ് വൺ ഇസ് ലിത്തോഗ്രാഫി. It is one of the most important techniques of lithography. Optical lithography employs UV visible radiation to transfer a pattern onto a substrate. In particle beam lithography, particles do not undergo diffraction scattering, or we can say it is minimal. A photography system consists of a light source, a mask and an optical projection system. Lithography technique involves etching. That is a process of removal of a protected material. Etching can occur in all directions. Some common etching techniques are wet etching. Use chemicals to remove the unprotected materials, and dry or plasma etching, ionized gas or source in radio frequency generated plasma. Lithography is a printing method that uses a chemical process to create an image. There are 2 types of lithographic processes in silicon industry: photolithography and electron beam lithography. So lithography is one of the most important technique in top down approach.
ഒപ്റ്റിക്കൽ ലിത്തോഗ്രഫിയിൽ എന്താ ചെയ്യുന്നത്, UV വിസിബിൾ റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പാറ്റേണിനെ ഒരു സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പാർട്ടിക്കിൾ ബീം ലിത്തോഗ്രഫിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ പാർട്ടിക്കിൾസ് ഡൈഫ്രാക്ഷനോ സ്കാറ്ററിംഗ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഭയങ്കര മിനിമലാണ് നമുക്ക് പറയാം. ഒരു ഫോട്ടോഗ്രാഫി സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, ഒരു മാസ്ക് ഉണ്ടാവും, ഒരു ഒപ്റ്റിക്കൽ പ്രൊജക്ഷൻ സിസ്റ്റം ഉണ്ടാവും. ലിത്തോഗ്രഫിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് എച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എച്ചിങ് എന്ന് പറയുന്നത് ഒരു അൺപ്രൊട്ടക്റ്റഡ് റിമൂവൽ ഓഫ് എ പ്രൊട്ടക്റ്റഡ് മെറ്റീരിയൽ, ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എച്ചിങ് എന്ന് പറയുക. ലിത്തോഗ്രഫിയിൽ എച്ചിങ് നടക്കും. ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ഓൾ ഡയറക്ഷൻ. സോ കോമൺ എച്ചിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ വെറ്റ് എച്ചിങ്ങും ഉണ്ട്, ഡ്രൈ എച്ചിങ്ങും ഉണ്ട്. വെറ്റ് എച്ചിങ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് അൺപ്രൊട്ടക്റ്റഡ് മെറ്റീരിയൽസിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഡ്രൈ ഓർ പ്ലാസ്മ എച്ചിങ് എന്ന് പറയുമ്പോൾ അയണൈസ്ഡ് ഗ്യാസോ അതിനുള്ള സോഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ലിത്തോഗ്രഫി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പ്രോസസ്സ് വഴി ഇമേജ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള ലിത്തോഗ്രഫി പ്രോസസ്സ് ഉണ്ട്. സിലിക്കൺ ഇൻഡസ്ട്രിയിലെ ഫോട്ടോ ലിത്തോഗ്രഫി ആൻഡ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫി. Then the last one, template assisted synthesis. From the figure, what can you observe? Some porous template can be seen. From that, evaporation of AU film, then electrodeposition is taking place. Then dissolution of a template and we get free nanowires. Template assisted synthesis is a nanomaterial fabrication method that uses a template which has nanopores with uniform diameter and length. Using chemical solutions or electrodeposition, nanomaterials are filled into the nanopores of the template, and by etching the template, freestanding nanowires or nanotubes with similar diameter and length as template nanopores are obtained. അപ്പോൾ ടെംപ്ലേറ്റ് അസിസ്റ്റഡ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു നാനോ മെറ്റീരിയലിൻ്റെ ഫാബ്രിക്കേഷൻ മെത്തേഡാണ്. അവിടെ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യും. അതിൽ കുറേ യൂണിഫോം ഡയമീറ്ററും ലെങ്ത്തുള്ള നാനോ പോർസ് ഉണ്ട്. ടെംപ്ലേറ്റ് അസിസ്റ്റഡ് സിന്തസിസിൽ എന്തുണ്ട്, നാനോ മെറ്റീരിയൽ ഫാബ്രിക്കേഷൻ മെത്തേഡാണ്. ഇതിൽ കുറേ ടെംപ്ലേറ്റുകളുണ്ട്, അതിൽ കുറേ നാനോ പോർസ് ഉണ്ട്. അവർക്ക് യൂണിഫോം ഡയമീറ്ററും ലെങ്ത്താണുള്ളത്. ഒരു കെമിക്കൽ സൊല്യൂഷനൊക്കെ നമ്മൾ യൂസ് ചെയ്ത് എന്ത് സംഭവിക്കും, നാനോ മെറ്റീരിയൽസൊക്കെ ആ നാനോ പോർസിൽ പോയി ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ എച്ചിങ് സംഭവിക്കും, റൈറ്റ്. ദെൻ അവിടെ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കിടക്കുന്ന എച്ചിങ് എന്ന് പറയുമ്പോൾ റിമൂവൽ വേണ്ടാത്ത സാധനത്തൊക്കെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള നാനോ വയേഴ്സ് ആൻഡ് നാനോ ട്യൂബ്സ് നമുക്ക് കിട്ടും. അവരുടെ ഡയമീറ്ററും ലെങ്ത്തും സിമിലർ ആയിരിക്കും. So in this video we have discussed about the synthesis method of nanoparticles, top down approach and bottom up approach. Hope you will understand the video. Thank you.